ഭീകരവാദ ഗ്രൂപ്പുകളും വാഹനക്കടത്തിൽ ഇടം പിടിച്ചതായി വിവരം. സിക്കിമിലെയും മണിപ്പൂരിലെയും വിഘടനവാദ ഗ്രൂപ്പുകളും ആഡംബര കാറുകൾ കടത്തി. കാറുകൾ വാങ്ങിയത് ഭൂട്ടാൻ റോയൽ ആർമിയിൽ നിന്ന്. പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, മമ്മൂട്ടി എന്നിവരുടെ വീടുകളിൽ പരിശോധന നടത്തി. ഇടനിലക്കാർ വഴി നികുതി വെട്ടിച്ച് കടത്തിയ 198 വാഹനങ്ങളിൽ 20 എണ്ണം പിടിച്ചെടുത്തു. ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. വിവരങ്ങളുമായി ജിജീഷ് കർണാകരൻ ചേരുന്നു. ജിജീഷ്, വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വാഹന കടത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിലെ പരിശോധന അത് കേരളത്തിലേക്ക് നീളുമ്പോൾ ഓപ്പറേഷൻ നുങ്കൂരിലൂടെ നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നു. ഭീകരവാദ ഗ്രൂപ്പുകൾ കടത്തിയ വാഹനങ്ങൾ വാങ്ങിയത് നമ്മുടെ മലയാളത്തിലെ പ്രമുഖ നടന്മാരാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ വന്നിരിക്കുന്നു. ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വാഹന ഇടപാടുകൾ, പൃഥ്വിരാജിൻ്റെ വാഹന ഇടപാടുകൾ, ഇതെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്നു. എന്തെല്ലാമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിനോദ്, ഇപ്പോഴും ദുൽഖറിൻ്റെ ഇളംകുളത്ത് വീട്ടിൽ കസ്റ്റംസ് പ്രിവൻറ്റീവ് വിഭാഗത്തിൻ്റെ പരിശോധന തുടരുകയാണ്. മണിക്കൂറുകൾ നീണ്ട ഒരു പരിശോധനയിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. കാരണം വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഭൂട്ടാനിൽ നിന്ന് നിരവധി വാഹനങ്ങൾ കേരളത്തിലേക്ക് നികുതി വെട്ടിച്ച് എത്തിയിട്ടുണ്ടെന്നും ഇതിൻ്റെ രജിസ്ട്രേഷൻ ഹിമാചൽ പ്രദേശിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും എല്ലാം തന്നെ നടത്തിയ ശേഷം രജിസ്ട്രേഷൻ കേരളത്തിൽ നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിൻ്റെ ഉപഭോക്താക്കളായി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇടനിലക്കാരിൽ നിന്ന് ഈ വാഹനങ്ങൾ വാങ്ങിയിരിക്കുന്നത് പ്രമുഖ താരങ്ങളും വലിയ വ്യവസായികളും കേരളത്തിലുള്ള വലിയ വ്യവസായികളുമാണ് എന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുകയും ചെയ്തു. ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് കസ്റ്റംസ് പ്രിവൻറ്റീവ് വിഭാഗം കടക്കുന്നത് നേരത്തെ DRAയുടെ ഒരു അന്വേഷണത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. DRA ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോ IB നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം DRA ആണ് പരിശോധന ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് മണിപ്പൂരിലടക്കമുള്ള വിഘടനവാദ ഗ്രൂപ്പുകൾ അവരുടെ സാമ്പത്തിക നേട്ടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മാർഗമാക്കി ഈ ഒരു വാഹനക്കടത്തിനെയും നികുതി വെട്ടിപ്പിനെയും മാറ്റിയിരുന്നു. സിക്കിമിലെയും മണിപ്പൂരിലെയും എല്ലാം വിഘടനവാദ ഗ്രൂപ്പുകളുടെ സാമ്പത്തിക സ്രോതസ്സായി മാറി. ഈ ഗ്രൂപ്പുകൾ പ്രധാനമായും ഇത്തരത്തിൽ വാഹനങ്ങൾ ലേലത്തിൽ പിടിച്ചെടുക്കുന്നു. അങ്ങനെ 100ഓളം വാഹനങ്ങൾ ലേലത്തിൽ എടുത്തതിന് ശേഷം വലിയ തുക കൂട്ടി പിന്നീട് വിൽക്കുകയും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായി ഏജന്റുമാർ വഴി വിൽക്കുകയായിരുന്നു. ഈ ഏജന്റുമാരാണ് ഇത് ഷോറൂമുകളിലേക്ക് നൽകിയിരുന്നത്. ഡീലർമാർക്ക് ഈ വാഹനങ്ങൾ നൽകിയിരുന്നതിന് പ്രത്യേകമായി തന്നെ ഏജന്റുമാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണവും സമഗ്രമായ പരിശോധനയിലേക്കും തന്നെയാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് 2 വാഹനങ്ങൾ ഇപ്പോൾ ദുൽഖർ സൽമാന്റേതായി പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു നിരവധി വാഹനങ്ങൾ പല സ്ഥലങ്ങളിലായി നടക്കുന്ന പരിശോധനയിൽ കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു നടപടിയിലേക്ക് തന്നെയാണ് കസ്റ്റംസ് പ്രിവൻറ്റീവ് വിഭാഗം കടക്കുകയും ചെയ്തിരിക്കുന്നത്. 3-4 മാസങ്ങളായി അന്വേഷണ സംഘം പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലായിരുന്നു, അന്വേഷണത്തിൽ തന്നെയായിരുന്നു. വിശദമായി തന്നെ വലിയ സാമ്പത്തിക തട്ടിപ്പും നികുതി വെട്ടിപ്പുമാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമായതിനൊപ്പം തന്നെ അതിന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടി ആ ഫണ്ടുകൾ എത്തി എന്ന സംശയമാണ് അന്വേഷണ സംഘം കൂടുതൽ ഗൗരവമായി ഈ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഈ വിഘടനവാദ ഗ്രൂപ്പുകൾ അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി 3 ലക്ഷം 4 ലക്ഷം മുതൽ 5 ലക്ഷം രൂപയ്ക്കെല്ലാമാണ് ആഡംബര വാഹനങ്ങൾ ലേലത്തിൽ വിറ്റിരുന്നത്. പ്രധാനമായും ഈ അവിടെയുള്ള റോയൽ ആർമി വളരെ കുറഞ്ഞ വിലക്ക് വാഹനങ്ങൾ അവർ കുറഞ്ഞ കാലം മാത്രം ഉപയോഗിച്ച ആഡംബര വാഹനങ്ങൾ ലേലത്തിൽ കൈമാറുകയാണ് സ്ഥിരമായി ചെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനങ്ങളാണ് മൊത്തമായി ഒരു ലേലത്തുക പറഞ്ഞുകൊണ്ട് ഈ ആളുകൾ വാങ്ങിയിരുന്നത്, വിവിധ ഗ്രൂപ്പുകൾ വാങ്ങിയിരുന്നത്. അങ്ങനെ ലേലത്തുക പറഞ്ഞുകൊണ്ട് ഈ വാഹനങ്ങൾ മൊത്തമായി വാങ്ങിയ ഗ്രൂപ്പുകളിലാണ് വിഘടനവാദ സംഘടനകളുടെ ഒരു പങ്കാളിത്തം കൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ IB ഏറ്റവും ആദ്യം 6 മാസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകി. IBയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കസ്റ്റംസും ഒപ്പം തന്നെ DRAയും കടന്നിരുന്നു. DRAയ്ക്ക് ലഭിച്ച ചില തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരേ സമയം വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പരിശോധനകൾ തുടരുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് കൂടി ഈ പരിശോധനയിൽ പങ്കാളികളായിട്ടുണ്ട്. പ്രധാനമായും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പരിശോധന, ഒപ്പം തന്നെ ചേസിസ് അടക്കമുള്ള കാര്യങ്ങളുടെ പരിശോധന,
അതിലേതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കൃത്യമായ പരിശോധനയ്ക്ക് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ തന്നെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ പരിശോധന നടന്ന കേന്ദ്രങ്ങളിലേക്കെല്ലാം തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അവരുടെ കൂടി പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. മാത്രമല്ല ഇന്ന് പരിശോധന നടന്നിരിക്കുന്ന കേന്ദ്രങ്ങളിലെ അതുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ വാങ്ങിയ ആളുകളെ എല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ഈ ആളുകളെ ദുൽഖർ സൽമാനിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. പൃഥ്വിരാജിന്റെ മൊഴിയും രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോകും. മറ്റു വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും ശേഖരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ നികുതി വെട്ടിപ്പ് നടന്നു എന്ന് മനസ്സിലായി തന്നെയാണോ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം കുറഞ്ഞ വിലക്ക് വാഹനം കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ അതിന്റെ ഭാഗമായി മാറിയതാണോ എന്നതടക്കം അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. നികുതി വെട്ടിപ്പിൽ മനഃപൂർവ്വം ഭാഗഭാക്കായതാണെങ്കിൽ കൂടുതൽ ശക്തമായ ഒരു നടപടിയിലേക്ക് തന്നെയായിരിക്കും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ വാങ്ങിയ ആളുകൾക്ക്, ആഡംബര വാഹനങ്ങൾ വാങ്ങിയ ആളുകൾക്ക് നേരിടേണ്ടി വരിക തുടർന്നുള്ള ദിവസങ്ങളിൽ. മാത്രമല്ല ഈ ഇന്ത്യയിലേക്ക് വാഹനം എത്തിച്ച മറ്റ് ഏജന്റുമാരെ കേന്ദ്രീകരിച്ചും അത് വാങ്ങിയിട്ടുള്ള ഡീലർമാരെ കേന്ദ്രീകരിച്ചും പരിശോധനകൾ നടക്കുന്നുണ്ട്. വാഹനങ്ങൾ വാങ്ങിയ ആളുകളുടെ വീടുകളിലുള്ള പരിശോധനയാണ് പ്രധാനമായും കോട്ടയത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒപ്പം തന്നെ മലപ്പുറത്താണെങ്കിലും കൊച്ചിയിലും എല്ലാം തന്നെ നടന്നിരിക്കുന്നത്. ഈ വാഹനങ്ങൾ വാങ്ങിയ ആളുകളാണ്. 80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ വിലയുള്ള വിപണി വിലയുള്ള വാഹനങ്ങളാണ് 45-50 ലക്ഷം രൂപയ്ക്ക് ഈ ആളുകൾ വാങ്ങിയിരുന്നത്. അത് വിറ്റ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡീലർമാർക്ക് അല്ലെങ്കിൽ ഇടനിലക്കാർക്ക് ആ വാഹനങ്ങൾ ലഭിച്ചത് 5-6 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ്. അതായത് ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ആഡംബര കാറുകൾ ലഭിക്കുന്നു. അങ്ങനെ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ലഭിക്കുന്ന ആഡംബര കാറുകൾ പിന്നീട് ഹിമാചൽ പ്രദേശിൽ HT 52 എന്ന രജിസ്ട്രേഷൻ നമ്പറിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നു. ആ രജിസ്ട്രേഷനോടൊപ്പം തന്നെ ചില വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഹിമാചൽ പ്രദേശിനൊപ്പം തന്നെ രാജസ്ഥാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലടക്കം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ പിന്നീട് രജിസ്ട്രേഷൻ ചെയ്തതാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നതിനായി കൈമാറുന്നത്. ഈ ഡീലർമാരുടെ ഒരു ഇടപാട് സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെയാണ് ഇതിലെ ദുരൂഹതകൾ നീക്കുന്ന തരത്തിലുള്ള പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. കാരണം രാജ്യവിരുദ്ധ നീക്കങ്ങൾ ഈ വിഘടനവാദ ഗ്രൂപ്പുകൾ ഇതിന്റെ ഭാഗമാകുമ്പോൾ ഉണ്ട്. ആ ഗ്രൂപ്പുകൾ വലിയ തോതിൽ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ലേലത്തിൽ മൊത്തമായി തന്നെ ഈ വാഹനങ്ങൾ പിടിച്ചിരുന്നത് ഇതിലൊരു ഗ്രൂപ്പുകളായിരുന്നു. മാത്രമല്ല അതിനൊപ്പം തന്നെയാണ് ഏജന്റുമാർ ലേലത്തിൽ പിടിക്കുന്ന വാഹനങ്ങളാണ് പിന്നീട് കേരളത്തിലേക്ക് എത്തുകയും താരങ്ങളുടെ അടുക്കിലേക്ക് ആ വാഹനങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് തങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വാഹനങ്ങൾ ലഭിച്ചപ്പോൾ അത് വാങ്ങിയതാണ്. അത് ഷോറൂമുകൾ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന ഷോറൂമുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ ഷോറൂമുകളിൽ അന്വേഷണം നടത്തിയപ്പോൾ കുറഞ്ഞ വിലക്ക് വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങൾ ലഭിക്കുന്നതായി അറിഞ്ഞു. അങ്ങനെയാണ് തങ്ങൾ ഈ കുറഞ്ഞ വിലക്ക് വാഹനങ്ങൾ സ്വന്തമാക്കിയത് എന്ന കാര്യമാണ് അവർ നൽകിയിരിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്. നേരത്തെ തന്നെ സിനിമാ താരങ്ങൾ അത് നികുതി വെട്ടിപ്പിന്റെ ഭാഗമായി പലപ്പോഴും വാഹനങ്ങൾ തുടർച്ചയായി വാങ്ങിയിരുന്നു. ഒരു വാഹനം വാങ്ങി വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ അടുത്ത മറ്റൊരു ആഡംബര വാഹനത്തിലേക്ക് മാറുന്നു, ആദ്യ വാഹനം വിൽക്കുന്നു. ഇങ്ങനെ ഇതിലൂടെ മാത്രം കള്ളപ്പണം വെളുപ്പിക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം പരിശോധനകൾ ഒരു ഭാഗത്ത് നടത്തുകയും അത് പുരോഗമിക്കുകയും എല്ലാം തന്നെ ചെയ്യുമ്പോഴാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കൂടി കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. 2 വിഭാഗങ്ങളിലായി നിരവധി ഉദ്യോഗസ്ഥർ ഈ പരിശോധനകളിലെല്ലാം തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇവയുടെ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയ ശേഷം വൈകുന്നേരം കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ഇക്കാര്യത്തിൽ വിശദമായി തന്നെയുള്ള ഒരു കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യും. അതെ, വ്യക്തമാണ്. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിലെ പരിശോധന ഓപ്പറേഷൻ നുങ്കൂരിലൂടെ നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. ഭീകരവാദ ഗ്രൂപ്പുകളും വാഹനക്കടത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു. സിക്കിമിലെയും മണിപ്പൂരിലെയും വിഘടനവാദി ഗ്രൂപ്പുകളും ആഡംബര കാറുകൾ കടത്തിയിട്ടുണ്ട്. കാറുകൾ വാങ്ങിയത് ഭൂട്ടാൻ റോയൽ ആർമിയിൽ നിന്നാണ്. നടന്മാരായ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, അതുപോലെ തന്നെ മമ്മൂട്ടി എന്നിവരുടെ വീടുകളിൽ പരിശോധന തുടരുകയാണ്. ഇടനിലക്കാർ വഴി നികുതി വെട്ടിച്ച് വിലക്കുറവിൽ കടത്തിയ 198 വാഹനങ്ങളിൽ 20 എണ്ണം ഇതിനോടകം പിടിച്ചെടുത്തിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ.